തിരുഹൃദയനാഥന്റെ മുമ്പില് ദിവ്യകാരുണ്യമായ തിരുവചനമായി, തിരുസാന്നിധ്യമായി, ദിവ്യകാരുണ്യമായി നമ്മളിലേക്ക് വന്നിരിക്കുന്ന, നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന ഈശോയുടെ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോട് പൊറുത്ത് അവരെ ക്ഷമിച്ച് സ്നേഹിച്ച തിരുഹൃദയമാണ് കുത്തി മുറിവേൽപ്പിക്കപ്പെട്ടത്. ആ തിരുഹൃദയത്തെ ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്ത് ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹമാണ് തിരുഹൃദയത്തിൽ നിന്ന് ഒഴുക്കപ്പെട്ടത്. ആ തിരുഹൃദയത്തിന്റെ ഒരിക്കലും തീരാത്ത സ്നേഹമേ, ആകാശം പോലെയുള്ള നിന്റെ വിശ്വസ്തതയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ എന്ന് പാടി ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ഒരിക്കലും തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ വിശാലമായ നിന്റെ സ്നേഹം, നിന്റെ വിശ്വസ്തത, ഈശോയുടെ വിശ്വസ്തത എത്രയോ വലുതാണ്. നമ്മളെ സ്നേഹിക്കുന്ന ഈശോ തീരാത്ത സ്നേഹം, ഒരിക്കലും കുറഞ്ഞു പോകാത്ത സ്നേഹം, ആകാശം പോലെ ദിവ്യകാരുണ്യം അതാണല്ലോ. നിന്റെ ഈശോയുടെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. പ്രിയമുള്ളവരെ, തിരുഹൃദയം കുത്തിമുറിവേൽപ്പിച്ചപ്പോഴും എത്രയോ സ്നേഹമുള്ള ഹൃദയം. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് പരിശോധിക്കാം. വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, പക ഒക്കെ വെച്ച് പുലർത്തുന്നവരാണോ നമ്മള്? അങ്ങനെയാണെങ്കില് എന്റെ തിരുഹൃദയം പോലെ, ഈശോയുടെ തിരുഹൃദയം പോലെ സ്നേഹമൊഴുകുന്ന ഒരു ഹൃദയമായിട്ട് എന്റെ ഹൃദയത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. എത്രയോ സുന്ദരമാണ് ഈശോയുടെ മുൻപിലായിരിക്കുന്നത്. എത്രയോ സന്തോഷം. ഈശോയെ, നീ ഞങ്ങൾക്ക് മാത്രം മതി. നിന്റെ സ്നേഹം അത്രയും അനന്തമാണ്, അളവില്ലാത്തതാണ്. ഈശോയെ, നിന്റെ സ്നേഹം ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾ കുടുംബം ഒരുമിച്ച് ചേർന്ന് നിന്നെ സ്നേഹിച്ച് സ്തുതിച്ച് ആരാധിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതാ. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരിക്കലും തീരാത്ത സ്നേഹമേ, ഈശോയെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നിന്റെ കൃപകളെ ഓർക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ ആരാധിക്കട്ടെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കട്ടെ, നിന്റെ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കട്ടെ. എത്രയോ അനുഗ്രഹങ്ങളാണ് നൽകുന്നത് ഈശോയെ. നിന്നെ സ്നേഹിക്കാൻ ഞങ്ങൾ മറന്നുപോയപ്പോഴും നീ ഞങ്ങളെ സ്നേഹിച്ചല്ലോ. ഈശോയെ, നിന്റെ വിശ്വസ്തത എത്രയോ വലുതാണ്. അവിശ്വസ്തത പുലർത്തിയവരാണ് ഞങ്ങള്. ഈശോയെ, എന്നിട്ടും നീ ഞങ്ങളെ സ്നേഹിക്കുന്നല്ലോ. ഈശോയുടെ സ്നേഹം അത്രയോ അനന്തമാണ്, അത്രയോ അളവറ്റതാണ്. ഈശോയെ, ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിലായിരിക്കുന്ന ഈശോയെ നമ്മൾ ആരാധിക്കുകയാണ്. തിരുഹൃദയം പോലെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ സ്നേഹം കൊണ്ട് ജ്വലിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തം എല്ലാവരെയും കഴുകി വിശുദ്ധീകരിക്കുന്നതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. ഈ പ്രഭാതത്തിൽ ഈശോയെ, നിന്റെ മുൻപിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഓർക്കുകയാണ് ഞങ്ങളുടെ ജീവിതങ്ങളെ. നീ തന്ന ദാനമാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾ ഇന്ന് എന്തൊക്കെ ആയിരിക്കുന്നുവോ, ആരൊക്കെ ആയിരിക്കുന്നുവോ, അതിനൊക്കെ കാരണം ഈശോയെ നീയല്ലേ.
നീ അനുഗ്രഹിച്ചത് കൊണ്ടല്ലേ ഞാൻ ഇന്ന് ഈ നല്ല സാമ്പത്തിക സ്ഥിതിയിലായിരിക്കുക, നല്ല ജോലി ലഭിച്ച് ഞാൻ ഭംഗിയായിട്ട് ശുശ്രൂഷ ചെയ്യുക, ഒരു കുടുംബത്തിൻ്റെ അപ്പനായി, അമ്മയായി, മകനായി, മകളായി, സഹോദരനായി ഞങ്ങളായിരിക്കുക നീ തന്ന ജീവിതം കൊണ്ടല്ലേ ഈശോയെ. അപ്പോൾ എനിക്ക് നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നന്ദി മാത്രമേ ഉള്ളൂ. നന്ദി പറയുകയാണ് ഈശോയെ. ഈ കാലഘട്ടത്തിൽ നന്ദി പറയാൻ മറന്നു പോകുന്നവരാണ് ഞങ്ങള്. കിട്ടിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച ഈശോയെ എത്ര നന്ദി പറഞ്ഞാലാ തീരുക. ഞങ്ങൾക്കുള്ളതൊക്കെ നിന്റെ ദാനമാണല്ലോ. നല്ലൊരു ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കള്, കുടുംബാംഗങ്ങളൊക്കെ നൽകിയില്ലേ ഈശോയെ. ആ സ്നേഹം എത്രയോ വലുതാണ്. ഒരു കുടുംബമായി, ഭൂമിയിലെ സ്വർഗമായി ഞങ്ങളുടെ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈശോയെ നിന്റെ അനുഗ്രഹമാണ്. ഞങ്ങളുടെ മക്കള് നന്നായിട്ട് പഠിച്ച് വളർന്ന് ജോലിയൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ അത് നിന്റെ സ്നേഹവും അനുഗ്രഹമാണ്. ഞാനിന്ന് ആരോഗ്യവാനായി ഇരിക്കുന്നതിന് കാരണം ഈശോയെ നിന്റെ സ്നേഹമാണ്. ഈശോയെ നിന്റെ വലിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് ഈ തിരുഹൃദയ തിരുനാൾ ദിവസത്തിൽ ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട കുടുംബങ്ങളില് നീ രാജാവായി എൻ്റെ കുടുംബത്തിൽ എന്നും വാഴുന്നത് കൊണ്ടല്ലേ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട് സന്തോഷത്തോടു കൂടി ആയിരിക്കുക എന്നുള്ള തിരിച്ചറിവോടുകൂടി നമുക്ക് ഒരിക്കൽ കൂടി തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലുള്ള നിന്റെ വിശ്വസ്തത എന്ന ഗാനത്തിന്റെ ഈരടികള് കുടുംബാംഗങ്ങളായ നമ്മളെല്ലാവരും നമ്മുടെ അടുത്ത് ആരെങ്കിലും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ, മാതാപിതാക്കളോ കുടുംബാംഗങ്ങളോ ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് ഒരിക്കൽ കൂടി പാടാം. നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിച്ച ഈശോയെ നിന്റെ തീരാത്ത സ്നേഹം ഒരിക്കൽ കൂടി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പാടാം. തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത. എല്ലാവർക്കും ഒന്ന് ഏറ്റുപാടാം. തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ, ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത. ഒരിക്കൽ കൂടി പാടാം. തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ, ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത, നിന്റെ വിശ്വസ്തത. ഈശോയെ നിന്റെ സ്നേഹത്തെ ഓർക്കുന്നു ഞങ്ങള്. തിരുഹൃദയ ഭക്തർക്ക് വിശുദ്ധ മർഗരീത്ത മറിയത്തോട് ഈശോ വെളിപ്പെടുത്തിയ 12 വാഗ്ദാനങ്ങളുണ്ട്. ഈശോ പറഞ്ഞു, എൻ്റെ ഹൃദയം ഏറെ വേദനിക്കുകയാണ്. കാരണം ലോകത്തിലെ തിന്മ പെരുകുന്നു, പാപികളുടെ എണ്ണം കൂടുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ മർഗരീത്ത മറിയത്തോട് ഈശോ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞപ്പോ, പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിലെ തിന്മയുടെ ശക്തികൾ ഏറെ കൂടി വരികയാണ്. പാപത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന ഒരുപാട് പേര് ഇന്നും തിന്മയിൽ ജീവിക്കുന്നുണ്ട്. അവരുടെയൊക്കെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഈശോയെ, നിന്റെ തിരുവിലാവിൽ നിന്ന് തിരുരക്തം ഒഴുകി കുന്തം കൊണ്ട് നിന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുക്കപ്പെട്ട് താഴെ നിന്ന അന്ധനായവന് സൗഖ്യം ലഭിച്ചു എന്ന് ഞങ്ങള് തിരിച്ചറിയുന്നുണ്ട്. നിന്റെ തിരുവിലാവിൽ നിന്നുള്ള രക്തം ഒഴുക്കപ്പെട്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഞങ്ങൾ ഈ നിമിഷം ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. തിരുഹൃദയ ഭക്തർക്ക്
വിശുദ്ധ മർഗരീത്ത മറിയത്തോട് ഈശോ വെളിപ്പെടുത്തിയ 12 വാഗ്ദാനങ്ങളെ നമ്മളൊന്ന് ധ്യാനിക്കുന്നു. അവരുടെ ജീവിതാന്തസ്സിന് ആവശ്യമായ കൃപകൾ ഞാൻ അവർക്ക് നൽകും. തിരുഹൃദയ ഭക്തർക്ക് ഈശോ വാഗ്ദാനം ചെയ്തതാണ് കേട്ടോ, നമ്മുടെ ജീവിതാന്തസ്സിന് ആവശ്യമായ എല്ലാ കൃപകളും നൽകുന്നു. അവരുടെ കുടുംബങ്ങളെ സമാധാനം സ്ഥാപിക്കും. അവരുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ അവരെ ആശ്വസിപ്പിക്കും. അവരുടെ ജീവിതത്തിലും അവരുടെ മരണത്തിലും ഞാൻ അവർക്ക് ഉറപ്പായ സങ്കേതമായിരിക്കും. അവരുടെ എല്ലാ ഉദ്യമങ്ങളിലും സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ഞാൻ വർഷിക്കും. പാപികൾ എൻ്റെ ഹൃദയത്തിൽ അളക്കാനാവാത്ത ഒരു കരുണയുടെ കടൽ കണ്ടെത്തും. മന്ദരായ ആത്മാക്കൾ തീഷ്ണതയുള്ളവരാകും. തീഷ്ണതയുള്ള ആത്മാക്കൾ അതിവേഗം മഹാപരിപൂർണതയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കും. തിരുഹൃദയ ചിത്രം പ്രദർശിപ്പിച്ച് വണങ്ങുന്ന എല്ലാ സ്ഥലങ്ങളും ഭവനങ്ങളും ഞാൻ ആശീർവദിക്കും. തിരുഹൃദയ ഭക്തരായ വൈദികർക്ക് ഏറ്റവും കഠിന ഹൃദയങ്ങളെ സ്പർശിക്കുവാനുള്ള കൃപ ഞാൻ നൽകും. ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെടും. അവ നീക്കപ്പെടുന്നതല്ല. എൻ്റെ ഹൃദയത്തിൽ അതിരറ്റ കരുണയിൽ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. തുടർച്ചയായ 9 മാസാദി വെള്ളിയാഴ്ച എൻ്റെ ഹൃദയത്തിൻ്റെ സ്തുതിക്കായി മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ അത്യാവശ്യമായ കുദാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല. എത്രയോ സുന്ദരമായ വാഗ്ദാനങ്ങൾ. ഈശോയുടെ തിരുഹൃദയത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നമുക്കൊന്ന് ചേർന്ന് ഈശോയുടെ തിരുവരാവിൽ നിന്നൊഴുകുന്ന രക്തത്താൽ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുറവുകളെ, നമ്മുടെ പാപങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഏറ്റുപാടി പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്നു പൊന്നു കർത്താവേ. നമുക്ക് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പാടാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്നു പൊന്നു കർത്താവേ. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പാടാം. തിരുവിലാവിൽ എന്റെ കുടുംബത്തിലെ മാതാപിതാക്കള്, ജീവിത പങ്കാളി, മക്കള്, ഞങ്ങളുടെ കുടുംബത്തിലുള്ള സഹോദരങ്ങള് എല്ലാവരിലേക്കും കർത്താവേ രക്തം ഒഴുക്കി കഴുകി വിശുദ്ധീകരിക്കണമേ. നമുക്ക് ചേർന്ന് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തിയും രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഈശോയെ ഈശോയുടെ രക്തത്താൽ എന്റെ ചിന്തകളെ, എന്റെ ഹൃദയത്തിലെ വികാരങ്ങളെ, വിചാരങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ ചിന്തകളൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്, പാപത്തിലേക്ക് നീങ്ങുന്നുണ്ട്. ഈശോയെ അവസ്ഥകളൊക്കെ അങ്ങ് വിശുദ്ധീകരിച്ച് തിരുരക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പാടാം. എന്റെ നോട്ടം, എന്റെ സംസാരം, എന്റെ യാത്രകള്, എന്റെ പ്രവർത്തനങ്ങളൊക്കെ തിന്മ നിറഞ്ഞാകുന്നുണ്ട്. ഈശോയെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്നെ തിരുരക്തത്താൽ. തിരുരക്തം ഒഴുക്കപ്പെടുന്നിടത്തൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈശോയെ എന്റെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ, എന്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ, എന്റെ സംസാരങ്ങളെ വിശുദ്ധീകരിക്കണമേ, എന്റെ കേൾവിയെ വിശുദ്ധീകരിക്കണമേ, എന്റെ യാത്രകളെ വിശുദ്ധീകരിക്കണമേ, എന്റെ കൈകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ എന്നെ പൂർണ്ണമായിട്ട് കർത്താവേ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. പാപത്തിൽ ജീവിക്കുന്ന, തിന്മയിൽ ജീവിക്കുന്ന എല്ലാ യുവതി യുവാക്കളെ സമർപ്പിക്കുന്ന ഈശോയെ നിന്റെ തിരുരക്തം കൊണ്ട് കഴുകി മദ്യപാനം, മയക്കുമരുന്ന്, മറ്റു ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്ന ഞങ്ങളുടെ യുവജനങ്ങള്, ഞങ്ങളുടെ കുടുംബത്തിലെ ജീവിത പങ്കാളി, ഞങ്ങളുടെ സഹോദരങ്ങള് ഈശോയെ അവിടേക്ക് കടന്നു വന്ന് തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയെ നിന്റെ തിരുരക്തം ഒഴുക്കപ്പെടട്ടെ. ഞങ്ങളുടെ രോഗങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈശോയെ, ക്യാൻസർ രോഗങ്ങള്,
ഹാർട്ട് സംബന്ധമായ രോഗങ്ങള്, ത്വക്ക് സംബന്ധമായ രോഗങ്ങള്, ഒരിക്കലും മാറാത്ത രോഗങ്ങളിൽ കഴിയുന്നവര്, മാനസികമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവര്, കിടപ്പ് രോഗികളായിട്ട് ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കള്, മറ്റു അസുഖം ബാധിച്ചവര്, അവയെല്ലാവരെയും അങ്ങ് തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയെ രക്തം ഒഴുക്കപ്പെടട്ടെ. ഈശോയെ ഞങ്ങളുടെ മക്കളെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. മക്കള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറച്ച് അവരുടെ ഹൃദയങ്ങൾക്ക് ശക്തി നൽകി തിന്മയിൽ നിന്ന് മാറി നന്മയിൽ ജീവിക്കാനുള്ള വലിയ അനുഗ്രഹം നൽകണമേ ഈശോയെ. ഞങ്ങളുടെ ഇടവകയെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഈശോയെ. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും തിരക്തത്താൽ അങ്ങ് കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ അതിരൂപതയെ ഈശോയെ തിരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. അതിരൂപത നയിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും നേതൃത്വം നൽകുന്ന വൈദികരെയും ഈശോയെ അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കർത്താവേ നീ കടന്നു വന്ന് അനുഗ്രഹിക്കണമേ. ഈശോയെ എന്നെ പൂർണ്ണമായിട്ട് അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കുറവുകളെ വിശുദ്ധീകരിക്കണമേ ഈശോയെ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉച്ചസ്വരത്തിൽ എവിടെയായിരുന്നാലും ചേർന്ന് ഒന്ന് പാടാം. നമുക്ക് ഒരിക്കൽ കൂടി തിരുവിലാവിൽ ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ചേർന്ന് പാടുക, ആത്മാവ് ഇറങ്ങി വരട്ടെ. തിരുവിലാവിൽ നിന്നൊഴുകും ഈശോയുടെ രക്തം ഒഴുകി വരട്ടെ. ചുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ നിറയ്ക്കപ്പെടാനായിട്ട് പാടി ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ മാനവരേ മോദമുടേ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ
പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.